അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൽപ്പാത്തി തേര് നടക്കുന്ന അമ്പലമില്ലേ, നമ്മുടെ പാലക്കാടിലെ ഫേമസ് ആയിട്ടുള്ള കൽപ്പാത്തി അഗ്രഹാരം, അവിടുത്തെ അമ്പലത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൽപ്പാത്തിയിലത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കൽപ്പാത്തി അഗ്രഹാര വീതിയിലൂടെ ഇങ്ങനെ പോകാണ്ട് ഗൈസ്. അപ്പോൾ കുറേ നാളായി കൽപ്പാത്തിയിൽ വന്ന അമ്പലങ്ങളിൽ വന്ന് തൊഴുതണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നൊക്കെ എന്തായാലും എനിക്ക് ലീവായിരുന്നു. അപ്പോൾ ശരി, എന്തായാലും രാവിലെ നേരത്തെ ഞങ്ങൾ കൽപ്പാത്തിയിൽ എത്തിയിരിക്കട്ടെ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ കൽപ്പാത്തി തേരിന് ഞങ്ങളിവിടെ വന്നതാണ്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഗൈസ് വരാൻ പറ്റണത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ചെറിയ ചെറിയ കുറച്ച് നല്ല നല്ല കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കൽപ്പാത്തിയിൽ ഈ അഗ്രഹാരത്തിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഭയങ്കരമാണ് ഗൈസ്. എന്താ പറയുക, അടിപൊളിയാണ്. ഒരുപാട് അമ്പലങ്ങളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഈ തേര് കണ്ടില്ലേ ഗൈസ്, കഴിഞ്ഞ കൊല്ലം പെയിൻ്റ് അടിച്ച് അടിപൊളിയാക്കി വെച്ച ആ തേര് ഇവരിങ്ങനെ ഒരു കൂടിനകത്തേക്ക്, ഒരു ചില്ല് കൂടിനകത്തേക്ക് അത് പൊടിയും ഒന്നും തട്ടാതിരിക്കാൻ വേണ്ടി ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര അതിശയമായിട്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അഗ്രഹാരത്തിൽ ഈ വീതി എന്താ പറയുക, കൽപ്പാത്തി ഈ ഗ്രാമങ്ങളിലൂടെ ഒന്ന് റൗണ്ട് അടിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ പോവാണ്. അപ്പോൾ എന്നിട്ട് നേരെ അമ്പലത്തിൽ പോയി തൊഴുതണം കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ചായക്കടയുണ്ട്, ഒരു ഹോട്ടലുണ്ട് കേട്ടോ, ഒരു സാമിൻ്റെ. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോകണം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ദൈവങ്ങളെയൊക്കെ പോയി തൊഴുതിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് കൽപ്പാത്തിൻ്റെ ചെറിയ ചെറിയ കൊച്ചു എന്താ പറയുക, നല്ലൊരു കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണ്ട ഗൈസ്. അപ്പോൾ എന്തായാലും 10,000 ഫോളോവേഴ്സ് ആകാൻ കുറച്ച് പേരും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ അഗ്രഹാരങ്ങളുടെ പ്രത്യേകതകൾ തന്നെ കണ്ടില്ല ഗൈസ്. ഒരുപാട് വീടുകൾ, തൊട്ടായിട്ടുള്ള വീടുകൾ, കുറേ അമ്പലങ്ങൾ, രാവിലെ എണീച്ച് അവർ കോലം ഇടുന്ന കാഴ്ചകൾ, പിന്നെ എന്താ പറയുക, അമ്പലങ്ങൾ തന്നെയാണ് പ്രത്യേകതകൾ. പിന്നെ ഒരുപാട് നല്ല വെജിറ്റേറിയൻ ഹോട്ടലുകൾ, ഇങ്ങനെ ഓരോ വീടിൻ്റെയും ഫ്രണ്ടിൽ ഇങ്ങനെ കോലമൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ നമുക്ക് എന്തായാലും ഇങ്ങനെയുള്ള അഗ്രഹാരങ്ങളിലേക്ക് വരെ എന്നാ ചെയ്യണുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കൽപ്പാത്തി ശ്രീ വിശാല ലക്ഷ്മി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ. അതൊക്കെ കാണുന്നതാണ് ശിവക്ഷേത്രം. ഇവിടെ ഇതാണ് മെയിനായിട്ട് നമ്മുടെ കൽപ്പാത്തി രഥോത്സവമൊക്കെ നടക്കുന്ന മെയിനായിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ കുറേ ആയിട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തേരൊക്കെ ഇവിടെ കണ്ട അടിപൊളിയായിട്ട് ഇതിൽ വെച്ചിരിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കൽപ്പാത്തിയിലെ ചെറിയ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ.
കൽപ്പാത്തി അമ്പലത്തിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു പുഴ, കൽപ്പാത്തി പുഴയാണ് കേട്ടോ. കാണുകളിൽ ഒരുപാട് പേര് കുളിക്കണൊക്കെ ഉണ്ട്. വലിയ പുഴയാണ്. വെള്ളം കമ്മിയാണ് ഇല്ല സാർ? ഇത്രയും ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ മലമ്പുഴ ഡാം തുറന്നുകൊണ്ട് വെള്ളം വന്നായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങ് അറ്റത്ത് കണ്ടോ തടയണയാണ്. അവിടെ നിന്ന് മലമ്പുഴ ഡാം തുറന്നുകൊണ്ട് കുറച്ച് വെള്ളം വരുന്നതാണ് കേട്ടോ കേസ്. ഇല്ലെങ്കിൽ ഇത്ര വെള്ളം ഉണ്ടാവില്ല തോന്നുന്നു. നോക്കാം. അടിപൊളിയല്ലേ. നമ്മൾ നേരെ കാണുന്നതൊക്കെ ഓരോരുത്തർ വന്ന് കർമ്മം ചെയ്യണതും ബലിയിടുന്നതൊക്കെയാണ് കേട്ടോ കേസ്. അവിടെ അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ മണ്ഡപങ്ങൾ ഇവിടെ കെട്ടി വെച്ചിരിക്കണം. കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഭാഗത്ത് അങ്ങേറ്റത്ത് അവരവിടെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിവിടെ കുളിച്ചിട്ട് പോവാം. അങ്ങനെയാണ് കേട്ടോ കേസ്. കൽപ്പാത്തിയിൽ നാഗക്ഷേത്രം ഉണ്ട് കേട്ടോ ഗൈസ്. വലിയ നമുക്ക് അകത്ത് എത്ര പ്രതിഷ്ഠകളാണ്. മതിലിന് ചുറ്റും അല്ലേ. ഗൂഗിൾ പേ, ഫോൺ പേ, കൈപേ എല്ലാം ഏത് വേണം? ഇത് മതിയാ? ഏതാ വേണ്ട പറയും? കൽപ്പാത്തിയിൽ വന്ന ഒരുപാട് കഫേകളൊക്കെ ഉണ്ട് കേട്ടോ. പഞ്ചാബ് നാഷണൽ ബാങ്ക്, HDFCൻ്റെ ATM, അപ്പുറത്ത് കാനറ ബാങ്ക് ഇല്ലേ അവിടെ. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ കൽപ്പാത്തിയിൽ വന്ന് അഗ്രഹാരങ്ങളും കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ ഫേമസ് ആയിട്ടൊരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി വിലാസ് എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ആയിട്ടുള്ള കുറേ വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു ഹോട്ടലുണ്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാം അല്ലേ. അപ്പോൾ സേവ ഉണ്ടാവും, പിന്നെ എന്തൊക്കെയോ ഉണ്ട് ഇല്ലേ. പോയി നോക്കാം. ശരി ബാ. അപ്പോൾ ഇതാണ് ലക്ഷ്മി കോഫി ടീ സ്റ്റോൾ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അകത്ത് പോയിട്ട്, ചെറിയ കടയാണ്, നമുക്ക് അകത്ത് പോയിട്ട് കഴിക്കാം, എന്തെങ്കിലും കഴിക്കാം. വരൂ. സേവ കഴിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാം. ഓ ചട്നി കഴിക്കുന്നു. പഞ്ചസാര ഇടാമോ? കോഫിയോ ചായ? ഫിൽറ്റർ കോഫി. അപ്പോൾ ഇതാണ് നമ്മുടെ സാമിൻ്റെ ഹോട്ടൽ കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ സേവയാണ് കഴിക്കുന്നത് അല്ലേ. സേവ പിന്നെ ഫിൽറ്റർ കോഫി കേട്ടോ. പിന്നെ നേരെ ആ ഉള്ളിൽ കാണില്ല, അവൻ്റെ മോനാണത്. ഉള്ളിലൊക്കെ അവൻ്റെ വീടാണ് കേട്ടോ. അടിപൊളി അല്ലേ സാർ?
അങ്ങനെ ഞങ്ങൾ കൽപ്പാത്തിയിൽ വന്ന് ഭഗവാനെയൊക്കെ തൊഴുതി നല്ലൊരു ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലേ. അടിപൊളി ഫിൽറ്റർ കാഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ. ഓക്കെ ബൈ.